പണ്ടൊരു ഗ്രാമത്തിൽ അഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന ചെറിയൊരു കുടുംബവുമായിട്ട് താമസിച്ചിരുന്നു. അങ്ങനെ അവളുടെ അവധിക്കാലം ആഘോഷിക്കുന്നതിനായിട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവൾ തീരുമാനിച്ചു. അഞ്ജുവിന് മുത്തശ്ശിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് മുത്തശ്ശിക്കും അവളോട്. അങ്ങനെ അവൾ വരുന്ന വഴിക്ക് യാത്രയിൽ കണ്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട അഞ്ജുവും മുത്തശ്ശിയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നപ്പോൾ അവർക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അഞ്ജു ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ് ഒരു സന്തോഷമായിട്ട് കഴിക്കായിരുന്നു. അഞ്ജു അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, പണ്ട് എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടില്ല ആ ഒരു ബംഗ്ലാവിൻ്റെ കഥയില്ലേ, ആ കഥ എനിക്ക് ഒന്നുകൂടെ പറഞ്ഞു തരും. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ആ കഥ ഒന്നുകൂടി അഞ്ജുവിന് പറഞ്ഞു കൊടുത്തു. പണ്ട് അഞ്ജു കുഞ്ഞാകുമ്പോൾ അമ്മമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കഥയാണ് ഈ ബംഗ്ലാവിൻ്റെ കഥ. ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന യുവാവ് എന്തോ ഒരു കാരണത്താൽ ആ ബംഗ്ലാവിൽ തന്നെയുള്ള ഒരു കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ബംഗ്ലാവിലെ ആ ആളെ കണ്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അഞ്ജു ആ ബംഗ്ലാവിലേക്ക് പോകണമെന്ന് ഒരു താല്പര്യം കാണിക്കണ്ടായി. മുത്തശ്ശിയോട് പറയണ്ടായി. മുത്തശ്ശി ആളെ അതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. അവൾ ആ ബംഗ്ലാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖത്ത് ഒരു പേടി അവൾ കണ്ടിട്ടുണ്ടായി. പക്ഷെ അവൾക്ക് ആ ബംഗ്ലാവിലേക്ക് പോകണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാക്ക് ധിക്കരിച്ചു കൊണ്ടിട്ട് അവൾ ആ ബംഗ്ലാവിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അഞ്ജു ആ ബംഗ്ലാവിലേക്ക് എത്തി. പല വർഷങ്ങളായിട്ട് ഇവിടെ ആരും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാവ് വളരെ വിയേർഡായിട്ടാണ് ഉണ്ടായിരുന്നത്. അഞ്ജുവിന് ആ ബംഗ്ലാവ് കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നിയെങ്കിലും അവൾ അതിൻ്റെ അകത്ത് കയറുകയും അവിടെ എല്ലാം പിടിച്ചതെല്ലാം ഒന്ന് വൃത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ക്ഷീണിതയായ അഞ്ജു അവളുടെ മുറിയിലേക്ക് പോയി കിടന്നു. അവൾ ഫോൺ നോക്കി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട്, ആ ഒരു നടക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദമാണ് അവളെ കേട്ടത്. പക്ഷെ അവളത് കാര്യമാക്കിയില്ല. നല്ല കാറ്റും കാലം അടിച്ചതാകുമ്പോൾ നീച്ച് അവൾ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ആ ശബ്ദം വീണ്ടും കേട്ടു. ഇപ്പോൾ അവൾക്ക് ചെറുതായിട്ട് ഭയം തോന്നി. അങ്ങനെ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിഴൽ കണ്ട് അവളെ പേടിച്ചു. കണ്ടാലൊരു മനുഷ്യനെ പോലെ തോന്നിക്കുന്ന ഒരു നിഴൽ, പക്ഷേ മുഖം വ്യക്തമല്ല, ഒരു ഇരുണ്ട നിഴൽ. അവൾ പേടിച്ച് മുറിയിലേക്ക് കയറിയെങ്കിലും ഡോറിൻ്റെ അടിയിലൂടെ തണുത്ത കാറ്റ് വീശുകയും അതുപോലെ വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചു. ഒരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാൽപ്പാട്. അവളങ്ങനെ വരാന്തയിലുള്ള ഒരു ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. ആ കാൽപ്പാട് പോകുന്നത് ആ വീടിൻ്റെ മുറ്റത്തുള്ള കിണറിലേക്കാണ്. അവൾ ആ കാൽപ്പാട് തുടർന്ന് ആ കിണറിൻ്റെ അടുത്ത് വരെ എത്തി. പെട്ടെന്ന് ആ കിണറിൻ്റെ അകത്തുനിന്ന് ഒരു വിചിത്രമായിട്ടുള്ള മുഖം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് അവൾ പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ അകത്തേക്ക് ഓടി. കഥകടച്ച് മുറിയിലേക്ക് കയറി. പക്ഷേ ആ നിഴൽ അവളെ വിടാതെ പിന്തുടരുന്നുണ്ടായി. ഇനി അഞ്ജുവിന് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടി അടുത്ത പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി വരുന്ന പാട്ടിലാണ് അഞ്ജുവിന് എന്ത് തന്നെ സംഭവിച്ചെന്ന് പറയുക. അപ്പോൾ അത് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.